റിയൽ ടോൺ ക്വാളിറ്റി സൗണ്ട്സ്, ലാലു സൗണ്ട്സ്, ഷറഫിയ. ഒരു നിയോജക മണ്ഡലത്തിന്റെ കൺവെൻഷന് തെരഞ്ഞെടുപ്പിന്റെ ചൂടിലും നാട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത്രയല്ലല്ലോ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ജനറേഷൻസിൻ്റെ, ഒരു തലമുറയുടെ ഗ്യാപ്പില്ലാതെ പുതിയ തലമുറയിലെ, പുതിയ കാലത്തിലെ പ്രവാസത്തിൻ്റെ നോവും നൊമ്പരവും അതിൻ്റെ ഏകാന്തതയും അതിൻ്റെ വികാരങ്ങളും അനുഭവിക്കാതെ ടെക്നിക്കലി മാത്രം പ്രവാസിയായി ജീവിക്കുന്ന പുതുതലമുറ, പ്രവാസത്തിൻ്റെ സകല നൊമ്പരങ്ങളെയും നെഞ്ചേറ്റി ഈ മണ്ണ്, ഈ സൗദിയുടെ മണ്ണ് മാനം മുട്ടെ പടർന്നു പന്തലിച്ച പഞ്ചനക്ഷത്ര കൊട്ടാരങ്ങളില്ലാത്ത കാലത്ത് ഊഷരമായ ഈ മണ്ണിൽ വന്നിറങ്ങിയ എത്രയോ മനുഷ്യരുണ്ട്, ഈ സദസ്സിലുണ്ട്. അങ്ങനെ വന്നൊരാളാണ് വിട പറയാനുള്ള ഒരു ഇടവേള പോലും നമുക്ക് തരാതെ ഈ വേദിയിലിരിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ടവർ. ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിന്റെ പ്രോട്ടോകോൾ നിശ്ചയിക്കുമ്പോൾ ആദ്യം ഈ വേദിയിൽ വികാരനിർഭരമായി ഈ നിമിഷങ്ങളെ നെഞ്ചേറ്റി ഒരു വലിയ പടപ്പുറപ്പാടതിന് എൻ്റെ പ്രിയപ്പെട്ട KMCC-ക്കാരാ നമുക്ക് സജ്ജമാവുക എന്ന് വാചാലമായി പറയേണ്ടുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് പ്രോഗ്രാം ലിസ്റ്റിലെ ആശംസയിൽ നിന്ന് ഇറങ്ങിപ്പോയി പശ്ചാത്തലത്തിൻ്റെ ബാനറിലെ നഗറിൻ്റെ വേദിയായി മാറിയ ജീവിതത്തിൻ്റെ മാസ്മരികത. അവിടെ നിന്നാണ് നമ്മുടെ ചർച്ചകൾ ആരംഭിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് ജീവിതം? തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ, ലീഗ് പാർട്ടി അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്താനാണ്, നമ്മൾ ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ വ്യവഹാരങ്ങളുമായി നമ്മളിങ്ങനെ പോകുന്നത്? പ്രൊഫൈൽ ഫോട്ടോ മൊഞ്ചു നോക്കി കവർ ചിത്രത്തിൻ്റെ അലങ്കാരങ്ങളിൽ അഭിരമിച്ച് സ്വയം തന്നിൽ തന്നെ തളം കെട്ടി നിന്ന് സ്വാർത്ഥംഭരികളായി മാറുന്ന ഒരു പുതിയ കാലത്ത്, ഗവൺമെന്റ് സ്കൂളിൻ്റെ സാമൂഹിക പ്രതലത്തിൽ പഠിച്ച കാലത്ത് നമ്മൾ അസംബ്ലിയിൽ ഒരു പ്രതിജ്ഞ ചൊല്ലിയിരുന്നു: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ വിഭവങ്ങളിൽ അഭിമാനം കൊള്ളുന്നു. സമൂഹത്തിൻ്റെ ഈ പൊതുമണ്ഡലങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ സമുദായത്തിൻ്റെ സ്ഥാപനത്തിലേക്കും, സമുദായത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് സമുദായത്തിന് അവാന്തര വിഭാഗങ്ങളുടെ ശുഷ്കമായ പ്രതലത്തിലേക്കും, അവാന്തര വിഭാഗങ്ങളുടെ ശുഷ്കമായ പ്രതലത്തിൽ നിന്ന് അവാന്തര വിഭാഗത്തിന് അകത്തുടലെടുത്ത ധ്രുവീകരണത്തിന്റെ അതിശുഷ്കമായ മറ്റൊരു പ്രതലത്തിലേക്കും നമ്മുടെ തലമുറയെ പോലും പറിച്ചു നടപ്പെട്ട ഒരു കാലത്തിലാണ് മുസ്ലിം ലീഗിന്റെയും ജനാധിപത്യ പ്രക്രിയയുടെയും സാമുദായിക നവോത്ഥാനത്തിന്റെയും ഒരു വലിയ പ്രക്രിയക്ക് വേണ്ടി പടപ്പുറപ്പാട് നടത്തുക എന്ന ആഹ്വാനം നമ്മൾ നടത്തുന്നത്. അവിടെ നമ്മുടെ കുട്ടികൾ പറയുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. പുതിയ തലമുറ ഇതിനെ മാറ്റി പറയുന്നു: ഞാൻ എൻ്റെ രാജ്യമാണ്, ഞാനാണ് എൻ്റെ സഹോദരൻ, ഞാനാണ് എൻ്റെ സഹോദരി, എൻ്റെ കഴിവുകളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, എൻ്റെ വിഭവങ്ങളിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഡിവൈസുകളിൽ ജീവിക്കുന്ന പുതിയ തലമുറ, ന്യൂ ജനറേഷൻ. നിന്റെ വാപ്പയാരാണ് എന്ന ചോദ്യത്തിന് ആലോചിച്ചു മാത്രം മറുപടി പറയാൻ അമേരിക്കയിലെ കുട്ടികളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. ടെസ്റ്റ് ട്യൂബിൽ ജന്മം കൊണ്ട കുട്ടികളെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ടായിരുന്നു. അമേരിക്കയിലെ ക്ലാസ് മുറിയിൽ ഒരു കുട്ടിയോട് സംശയം ഫസ്റ്റ് സെൽഫ് ഇൻട്രഡക്ഷൻ്റെ സമയത്ത് ചോദിക്കും: വാട്ട് ഈസ് യുവർ നെയിം? കുട്ടി പേര് പറഞ്ഞു. വാട്ട് ഈസ് യുവർ ഡാഡ്? ഹൂ ഈസ് യുവർ ഡാഡ്? കുട്ടി തല ചൊറിഞ്ഞു നിന്നാണ്. ഒരു മാഷോട് ചോദിച്ചത്രേ: സാറേ ഒരു ക്ലൂ തരുമോ? ബാപ്പാൻ്റെ പേര് ചോദിച്ചു. ഒരു ക്ലൂ തരുമോ? നിന്റെ നാടേതാണ് എന്ന് വേങ്ങരയിലെ കുട്ടിയോട് ചോദിക്കുമ്പോൾ ഒരു ക്ലൂ തരുമോ എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ വല്യപ്പ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ
ഒരു ക്ലൂ തരുമോ എന്ന് അവന്റെ അബോധ മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. എന്തിനാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ പ്രക്രിയകളിൽ, രാഷ്ട്രീയത്തിന്റെ ഈ വ്യവഹാരങ്ങളിൽ, മുസ്ലിം ലീഗിന്റെ ഈ കൊടിക്കൂറയിൽ, ജനാധിപത്യ പ്രക്രിയയുടെ ഉന്നതമായ പൗരബോധത്തിന്റെ, ആക്ടിവിസത്തിന്റെ ഈ വഴിധാരയിൽ നമ്മുടെ ഊർജം ചെലവഴിക്കേണ്ടത് ഈ അടിസ്ഥാന ചോദ്യം നമ്മൾ ചോദിക്കുകയാണ്. ബാപ്പ ഗൾഫിൽ, ഉമ്മ സീരിയൽ, മോന് ഫേസ്ബുക്കിൽ, മോള് വാട്സാപ്പിൽ, വീട്ടിലിങ്ങനെ ഇരിക്കണം. ഫുൾ ഓൺലൈനിലാണ്. രാത്രിയിലാണ് പെട്ടെന്ന് നെറ്റ് കട്ടായത്. റീചാർജ് ചെയ്യാൻ ഓപ്ഷനില്ല. ഫോണ് വെച്ച് എന്നിട്ട് ഉമ്മാനോട് ചോദിച്ചെന്നാണ് കാക്കവിടെ. ഉമ്മ പറഞ്ഞു മിഞ്ഞാന്ന് പോയിക്കണം. അവനോട് പറഞ്ഞിക്കണ് പോകുമ്പോൾ റൂഹിയായിട്ട് അവനില്ല, ജിസ്മിയായിട്ടേ ഉള്ളൂ. വെല്ലിപ്പാനോടൊക്കെ ഒന്നും ഇങ്ങനെ വർത്തമാനം പറഞ്ഞു നോക്കി. വെല്ലിമാനോടും കാര്യം ദർ ഇസ് നോ ഫർദർ എൻഗേജ്മെന്റ്. വെല്ലിപ്പാനോടും വെല്ലിമാനോടും കുറച്ച് സംസാരിച്ചു. അടുത്ത ദിവസം ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു എന്നാണ്. അടാ നല്ല നെറ്റ് കട്ടായപ്പോൾ ഞാൻ എൻ്റെ വെല്ലിപ്പാനോട് വെല്ലിമാനോട് ഇരുന്ന് സംസാരിച്ചു. ഓലൊക്കെ നല്ല സ്വഭാവമാണ് കേട്ടാ. ഫേസ്ബുക്കിന്റെ, ചാറ്റിങ്ങിന്റെ, അലർട്ടിന്റെ, സന്ദേശത്തിന്റെ, മെസ്സേജിന്റെ ശബ്ദത്തിന് കാതുകുറിപ്പിച്ച് നിൽക്കുന്ന നമ്മുടെ കുട്ടി ആ മുറിയുടെ ചാരത്ത് ചേർന്ന് കിടക്കുന്ന വല്യാപ്പയുടെ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് ഉയരുന്ന രോഗാതുരമായ പ്രായത്തിന്റെ, വാർദ്ധക്യത്തിന്റെ ശ്വാസനിശ്വാസങ്ങളെ അവന്റെ കർണപുടത്തിൽ ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ വരുന്ന ഒരു കാലത്ത് മക്കളെ സ്നേഹിച്ചിട്ട് നിങ്ങൾ എന്താ കൊണ്ടേ കൊടുക്കുക? ടാബ്. ഞാനൊരു കോളേജിന്റെ കമ്മിറ്റിയിൽ അംഗമായ ആളാണ്. ഉമ്മ വന്നിട്ട് പറയണം, ഈ ഡിവൈസൊക്കെ എപ്പോഴാണ് വന്നത്? എനിക്ക് തോന്നുന്നു 15-20 വർഷമൊക്കെ പ്രവാസം അനുഭവിച്ച ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതിനപ്പുറം ലാൻഡ് ഫോണൊക്കെ വന്ന കാലത്ത്, ലാൻഡ് ഫോൺ ഫസ്റ്റ് വന്ന വീടുകളിൽ ഞങ്ങളുടെ പരിസരത്തൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ മൂത്താപ്പാൻ്റെ വീട്ടിലൊക്കെ ഫോൺ ഫസ്റ്റ് വന്നപ്പോൾ ഈ ആളുകളിത് കാണാൻ തിരക്ക് കൂടിയിട്ട് ഓഫീസ് മുറി, അന്ന് പൂമുഖം എന്നാ പറയാം, കൊലായി പോയി സിറ്റ് ഔട്ട് കയറി വരികയും പൂമുഖം പോയി റിസപ്ഷനും ഓഫീസ് റൂമൊക്കെ വന്നൊരു കാലത്ത് ഇതിങ്ങനെ ജനാലിൻ്റെ ഇങ്ങനെ തുറന്നിട്ട് ആളുകൾ വന്നിങ്ങനെ കാണുമായിരുന്നു. പിന്നെ മൊബൈൽ ഫോൺ വന്നു. മൊബൈലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ പഠിച്ച് അതിൻ്റെ ഒരു മാനേഴ്സൊക്കെ അങ്ങനെ പഠിച്ചു വരികയാണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ പല